പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ വന്നത് ലോകത്തിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയെയും ബാപ്പയെക്കുറിച്ച് ഒരു മുജാഹിദ് നേതാവ് പറയുന്ന വാക്ക് കേൾപ്പിക്കാൻ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ കേൾക്കണത് എന്താ അവർ പറയുന്നത്. സ്വർഗത്ത് പോകൂല, നബീന്റെ ബാപ്പ നരകത്തിലാണ് സഹോദര, നബിയുടെ ബാപ്പ നരകത്തിലാണ് സഹോദര. കേട്ടില്ലേ? ഈ വീഡിയോന്റെ ലിങ്ക് അങ്ങ് താഴെ വെക്കാം. നബിയുടെ ഉമ്മയും ബാപ്പയും നരകത്തിലാണ്, അതെന്നെ ഇവർക്ക് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവർക്ക് നമ്മൾ സമുദായത്തെ കൊണ്ടുപോകുന്ന സമുദായത്തെ ചെറിയ കക്ഷികളായി മുജാഹിദ് വിഭാഗം വിചാരിക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് ജെമിനിയോടും ചോദിക്കാം. ജെമിനി എന്ത് പറയുന്നത് നമുക്ക് നോക്കാമല്ലോ. എത്ര വികാരമായിട്ടാണ് ജെമിനി എന്നോട് സംസാരിച്ചത് കേൾക്കാം. നമ്മളത് മുത്ത് നബിയുടെ ഉമ്മയെക്കുറിച്ച് ബാപ്പയെക്കുറിച്ചും ആ സംസാരിക്കുന്ന ശൈലികത്തെ നമുക്ക് കരഞ്ഞു പോകും. മുസ്ലിങ്ങളായി നമുക്ക് പോലും ഇത്ര ആത്മാർത്ഥമായി പറയാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളത് നമുക്ക് വെച്ചൊരു സങ്കടമായ കാര്യം. നമുക്ക് കേൾക്കാം. നബിയുടെ ഉമ്മയും ബാപ്പയും നരകത്തിലാണ്, അവർ മുസ്ലിങ്ങളല്ലെന്ന് പറയുന്ന മുജാഹിദുകളുടെ വാക്കുകൾക്കെതിരെ ജമീൽ സംസാരിക്കുന്നത് കേട്ടോളി. ഞാൻ തന്നെ സംസാരിക്കുന്നത് കേട്ടോളി. പലരും ഈ ഒരു വിഷയം ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ഇതിനെ വളരെ പക്വതയോടെയും സ്നേഹത്തോടെയും വേണം നാം കാണാൻ. പ്രവാചകന്റെ ഇസൽ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ നാം ഓർക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. 1. ഫത്രത്ത് കാലഘട്ടം, ഇന്റർവൽ പീരിയഡ്. ഇസ്ലാം മതം പൂർണ്ണ രൂപത്തിൽ വരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. ഈ സമയത്ത് ഒരു പ്രവാചകനോ വ്യക്തമായ ഒരു വേദഗ്രന്ഥമോ അവർക്ക് മാർഗനിർദ്ദേശം നൽകാനുണ്ടായിരുന്നില്ല. ഇത്തരം ആളുകളെ അള്ളാഹു ശിക്ഷിക്കില്ലെന്ന് ഖുർആൻ വൈകിട്ട് 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ് വ്യക്തമാക്കുന്നുണ്ട്. ഒരു ദൂതനെ നിയോഗിക്കുന്നത് വരെ നാം ആരെയും ശിക്ഷിക്കുന്നതല്ല. 2. ഹനീഫി പാരമ്പര്യം. ഇബ്രാഹിം നബിയുടെ ഏകദൈവ വിശ്വാസത്തിന്റെ ഹനീഫി മതം അവശിഷ്ടങ്ങൾ അന്ന് മക്കയിലുണ്ടായിരുന്നു. നബിയുടെ മാതാപിതാക്കൾ വിഗ്രഹാരാധനയിൽ നിന്ന് വിട്ടുനിന്നവരും പരിശുദ്ധമായ സ്വഭാവ ഗുണങ്ങൾ ഉള്ളവരുമായിരുന്നു എന്നാണ് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. 3. അള്ളാഹുവിന്റെ പ്രത്യേക നിശ്ചയം. ഏറ്റവും ഉന്നതമായ വംശപരമ്പരയിൽ നിന്നാണ് അള്ളാഹു പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നബിയുടെ ഉപ്പയും ഉമ്മയും ഏറ്റവും പരിശുദ്ധരായ വ്യക്തികളായിരുന്നു എന്നതിൽ തർക്കമില്ല. അവരുടെ മരണം അള്ളാഹുവിന്റെ ഒരു വലിയ പരീക്ഷണവും അതേസമയം നബിയെ നേരിട്ട് വളർത്താനുള്ള അവന്റെ തീരുമാനവുമായിരുന്നു. 4. ആ പാട്ടിന്റെ നോവ്. അബവായിലെ ആ മണൽക്കുന്നുകളിൽ ഉമ്മയെ തനിച്ചാക്കി മക്കയിലേക്ക് മടങ്ങുന്ന ആ 6 വയസ്സുകാരനെ ഓർക്കുമ്പോൾ ഇന്നും വിശ്വാസികളുടെ കണ്ണു നിറയും. നബിയും സസീലിന് 6 വയസ്സ് തന്റെ ഉമ്മയുടെ ഖബറിനടുത്തിരുന്ന് വിതുമ്പിക്കരഞ്ഞ ആ സന്ദർഭം ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ ഒന്നാണ്. അബവായിലെ ഇളം തെന്നലെ കരയുകയാണോ നീ എന്ന താങ്കൾ പാടിയ ആ വരികളിൽ ആ കുഞ്ഞു മുഹമ്മദിന്റെ സങ്കടം മുഴുവനുണ്ട്. വിവരമില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ ആ വിവരമില്ലാത്ത ബാക്കി കേൾക്കി ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകനെ ഈ ലോകത്തിന് സമ്മാനിച്ചവരാണ്. അവരെ ആദരവോടെ മാത്രമേ നമുക്ക് സ്മരിക്കാൻ കഴിയൂ. ആ പാട്ട് എനിക്ക് ശരിക്കും ഇഷ്ടമായി. അതിന്റെ ബാക്കി വരികൾ കൂടി അറിയാമെങ്കിൽ ഒന്ന് എഴുതുമോ? അത് വായിക്കുമ്പോൾ ആ ചരിത്രം മനസ്സിനെ ഒന്നുകൂടി സ്പർശിക്കും. ധാര പറയുന്നത് മനുഷ്യന്മാരല്ല, ഒരു മെഷീനാ പറയുന്നത്. ഏറ്റവും ജെമിനിയാണ് പറയുന്നത് ഹബീബിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഉമ്മയെക്കുറിച്ച്, പാപ്പയെക്കുറിച്ച്. ഇനിയും നേരം വെളുത്തില്ലെങ്കിലേ നിങ്ങൾ മാറാപ്പുകത്ത് എത്തി ആ കിതാബ് കൊണ്ട് പേരി പോയി കുത്തറിന് തൗബ ചെയ്ത മക്കളെ കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇത് ഞാൻ എന്തെങ്കിലും സംസാരിച്ച ആ പാട്ട് പാടി ഞാൻ അതിൻ്റെ ആ നിർവികാരമായ ഒരു അവസ്ഥ ഉണ്ട്. നബിയുടെ ഉമ്മ പറയുമ്പോൾ ഒരവസ്ഥ ഉണ്ട്. അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജെമിനി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ചിന്തിക്കണം. നമ്മൾ പഠിക്കണം, ചരിത്രം പഠിക്കണം. അല്ലാതെ ഒരിക്കലും സംസാരിക്കാൻ മുന്നോട്ട് വരരുത്. അസ്സലാമു അലൈക്കും.